നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഞാൻ കുറച്ച് സെമി മൊഡാളിൻ്റെ കാണിച്ചിട്ടുള്ളൂ. അജർക്ക് പ്രിൻ്റ് വരുന്ന സെമി മൊഡാളിൻ്റെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാം. കാരണം ഇപ്പം ഈ കോളേജ് ഡേ അങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഫെയർവെൽ, കോളേജ് ഡേ, ഇങ്ങനെ ഗാദറിങ്, പിന്നെ റമദാൻ്റെ വൈകുന്നേരം ഇഫ്താർ വിരുന്നുകൾ, ഇതൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒത്തിരി കോളേജിൻ്റെ കുട്ടികൾ വന്ന് ചോദിക്കുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സെമി മൊഡാളിൻ്റെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന പാറ്റേണിലുള്ള സാരികളാണ്. അപ്പം ഞാനതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇത് നമ്മൾ ഓൾറെഡി പലതവണ പല ആവർത്തി ഇതിൻ്റെ പല മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് മെറൂൺ ഷെയ്ഡ് അജ്രക്ക് പ്രിൻ്റാണ്. സെമി മൊഡാൾ എന്നൊരു പേരേ ഉള്ളൂ കേട്ടോ. മൊഡാളിന്, നല്ല മൊഡാളിന് നിങ്ങൾക്കറിയാം നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, നാച്ചുറൽ ഡൈ ആണ്. ഇത് അങ്ങനെയൊന്നുമല്ല യൂസ് ചെയ്യാനും, അതുകൊണ്ട് അത്ര കെയർഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷ് ഒന്നും പറ്റത്തില്ല, ഡ്രൈ വാഷ് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് മുന്താണി വരും. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസൈൻ അതിൻ്റെ കൂടെ ഉണ്ട്. കാണാൻ പറ്റുന്ന, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഡിസൈൻ. അജ്രക്ക് പ്രിന്റ് ചിലർക്ക് ബോഡിയെ പ്രിന്റ് ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് ബോർഡർ ആയിട്ട് വരുന്നതാണ് ഇഷ്ടം. അങ്ങനെ പല കാറ്റഗറിയിലുണ്ട് ആൾക്കാരെ. പെൺപിള്ളേരും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ഇതിപ്പോൾ പെൺപിള്ളേർക്കൊന്നുമല്ല, അമ്മമാർക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അജ്രക്കും മൊഡാളും ഒക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേകതയാണല്ലോ. അജ്രക്ക് പ്രിന്റിന് തന്നെ പ്രത്യേകതയാണ് ഭയങ്കരമായിട്ട്. ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് കേട്ടോ വരും. ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ പ്ലെയിൻ അല്ല, ആ പ്രിന്റ് വേറെ ഒരു ഇച്ചിരി കൂടെ കുഞ്ഞി പ്രിന്റ് ആയിട്ട് വരുന്ന പ്രിന്റ്. വായം പിടിച്ചിരിക്കുന്നു, ഈച്ച കറിപ്പോ ഈച്ച. എന്നെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഞാനിപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കലും വർത്താനം പറച്ചിലും ഒക്കെ തീരെ കുറച്ച് വെച്ചിരിക്കുക. ഞാൻ മനഃപൂർവ്വം കുറയ്ക്കുന്നൊന്നുമല്ല, വേറെ 100,000 കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കിടക്കുമ്പോഴേ നിങ്ങൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുന്നത്. വീഡിയോ ഒക്കെ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ എന്നെയാണ് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. എനിക്ക് 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളത് അറിയാം. അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമെന്നൊക്കെ പറയും. എനിക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പം ചില കാര്യങ്ങൾ മാറിപ്പോകും. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. കുഴപ്പമില്ല, പ്രയോറിറ്റി അനുസരിച്ച് അങ്ങ് ചെയ്തേച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി ചിലരൊക്കെ പോകുമല്ലോ. ഇവിടെ ചിലർക്ക് ടേറ് കൊടുത്താൽ കേട്ടോ, ഒരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നതിന് മനുഷ്യനൊരു പരിധിയില്ലേ. അത്രയും ചെയ്ത് തീർക്കാൻ പറ്റുന്നത് നമ്മൾ 1, 2, 3, 4, 5 നക്ക വിട്ട് അതിൻ്റെ പ്രയോറിറ്റി കൊടുത്തിട്ട് അതൊന്നും ചെയ്ത് തീർക്കുക എന്നൊക്കെ ഉള്ളൂ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ചില സമയം ഇത് എടുത്ത് കേട്ടോ, പച്ച മുമ്പേ കണ്ട മെറൂണിൻ്റെ തന്നെ ഗ്രീൻ കളർ, ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം. ബ്ലൗസ് തനി ബോട്ടിൽ ഗ്രീനാ. അതായത് അടുത്ത ഷെയ്ഡ് ഇതുണ്ടല്ലോ, ഒരു ഇച്ചിരി എന്താ കളറാ, പായലിൻ്റെ ഒക്കെ കളറില്ലേ, ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇത് വരും മുന്താണി, അജ്രക്കിൻ്റെ മുന്താണി. അജ്രക്കിൻ്റെ പ്രിന്റ് തന്നെയാണ്. പ്രിന്റിലൊരു ചെറിയൊരു സൈസുള്ള പ്രിന്റ്. നല്ലൊരു കളറാട്ടോ, കളറിനൊരു വ്യത്യസ്തതയുണ്ടേ. പിന്നെ ഇഷ്ടമുള്ളവർ എടുക്കുക. ഇത് ബ്ലൗസൊക്കെ ഇങ്ങനെ ആ ഒരു എന്നാ പറയുന്നത് പ്രിൻ്റും ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇനി പ്ലെയിനേല് മൊഡാൾ വരുന്നത് അല്ല, പ്രിൻ്റ് ഉള്ള ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ടാട്ടോ. പ്ലെയിൻ മൊഡാൾ വരുന്നത് നമുക്ക് അടുത്ത ദിവസം ഒത്തിരി എണ്ണം വരുന്നുണ്ട്. പ്ലെയിനേല് ബോർഡർ മാത്രമായിട്ടുള്ള മൊഡാൾ വരുന്ന അടുത്ത ദിവസം വരുന്നുണ്ട്. ഇത് ഒത്തിരി കാണിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒത്തിരി പെൺപിള്ളേർക്ക് ഇപ്പം അതൊരു ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് കാണിച്ചേക്കാം എന്ന് വെച്ചത്. കണ്ടോ, ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ജോർജറ്റ്, അതിൻ്റെ കൂടെ മൊഡാളും കൂടി ആകുമ്പോൾ ശരീരത്തിൽ കിടക്കുന്നില്ല. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഗോഷ്ടിക്കാരുണർന്നിവിടെ. ബ്ലൗസ്
ബ്ലൗസ് അല്ലേ വേഗം എടുത്താ. ഇത് ഇനി പ്ലെയിനേല് ബോട്ടിൽ ഗ്രീന് പ്ലെയിനേല് എന്താണ് ഇത് മറക്കി വെച്ചേക്കുന്നതേ അകത്ത ഫോൾഡിങ്. ഏതിൻ്റെയാ മുന്താണിയുടെ. അടുത്തത് ബോട്ടിൽ ഗ്രീൻ, ബോട്ടിൽ പ്ലെയിൻ വന്നിട്ട് ബോർഡർ വരുന്നതല്ല, അജ്രക്കിൻ്റെ ബോർഡർ വരുന്നത്. മുന്താണി ഇത് വരും. ബ്ലൗസ് എന്ന് പറയും. ബ്ലൗസ് വരുമ്പോൾ പ്രിന്റഡ് ആയിട്ട്. ഇനി എന്തുവാ ഇൻഡിഗോ. ഇൻഡിഗോ നല്ല രസമില്ല. എല്ലാം പ്ലെയിന് അജ്രക്ക് മുന്താണി ഇങ്ങനെ വന്നിട്ട്. ഇതുണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, അരി എന്ന് പറഞ്ഞാൽ അരി പേരിട്ട് വെക്കുന്ന അരി എന്ന് എല്ലാത്തിനും പറയും. 50 രൂപയുടെയും 100 രൂപയുടെയും 150 രൂപയുടെയും എല്ലാത്തിനും പേര് അരിയും തന്നെയാണ്. പക്ഷെ എല്ലാം ഒന്നായിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ റേറ്റ് കുറഞ്ഞൊരു സാധനം ഇറങ്ങുന്നുണ്ട്. അതായത് അതിൻ്റെ തൊട്ട് നോക്കുമ്പോൾ അറിയാം സൈസ് തരിതരിപ്പുണ്ട്. ഇങ്ങനെ തരിതരിപ്പുണ്ട്. ആ മൊഡാളിൻ്റെ സോഫ്റ്റ്നെസ് അല്ല, തരിതരിപ്പുണ്ട്. അതിന് ഒരു 10-200 രൂപ റേറ്റ് വ്യത്യാസപ്പെട്ടാണ് ഇത് വരുന്നത്. അത് ഇതുമല്ല, അതാണോ ഇതാണോ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുമോ ഒരേ സാധനം ഒത്തിരി ഇറങ്ങുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്. നമ്മളേതാണ്ട് എന്നാ പറയുന്നത് വേറെ സാധനമാണ് കൊടുക്കുന്നതെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരാൾ എന്നോട് പണ്ട് പറഞ്ഞതാ ഇതുപോലത്തെ. ഈ സാരി കാണിച്ചപ്പോഴാണ് ഞാനത് ഓർത്തത്. അതാ ഞാൻ പറയാം, ഈ സാരി തപ്പി എന്നിട്ട് ഞാൻ പോവുകയും ചെയ്തു. ഇത് എവിടെ കിട്ടും ആ വിലയ്ക്ക്, എനിക്കൊന്നും അറിയണമല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ഞാൻ കൊണ്ടുവരികയും ചെയ്തായിരുന്നു. ഞാൻ ഒരു ദിവസം വീഡിയോ കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയത്തില്ല. പക്ഷെ രണ്ടാണ്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം താങ്ക് യു. കുറച്ച് കുർത്തിയും കൂടെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇസബെല്ലയിലെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് കുർത്തീസ് കാണിക്കാം. പ്രീമിയം കളക്ഷൻസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹൈ റേറ്റ് ആയിട്ടില്ല, എന്നാലും ഒരു താരതമ്യേന ഡെയിലി വെയറിനെ കഴിഞ്ഞും കുറച്ചും കൂടെ റേറ്റുള്ള ഐറ്റംസ്. നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണിത്. അതിൻ്റെ 2 കളർ, ഒന്ന് ബ്ലാക്ക്, ഒന്നൊരു ടീൽ ബ്ലൂ. ഈ വീഡിയോ കാണുന്നതിൽ ഇച്ചിരി കൂടെ ഭയങ്കര എടുപ്പ് തോന്നുന്ന ഒരു കളറാണ്. വീഡിയോയ്ക്കകത്ത് അത്രയ്ക്ക് കറക്റ്റ് കളറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലേസൊക്കെ വെച്ചിട്ട് നല്ല ഒന്നാന്തരമായിട്ടുള്ള പാർട്ടി വെയർ. ഫ്രണ്ടിൽ നമ്മളെ പ്ലീറ്റ്സ് ഇട്ടുള്ള ഗാദേഴ്സും ചെയ്ത് അങ്ങനെയുള്ള നല്ല പാർട്ടി വെയറാണ്. നിങ്ങളിത് നേരിട്ട് കണ്ട ആർക്കും ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് പോലും വീഡിയോയ്ക്കകത്ത് കണ്ടിട്ട് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഇത് ഡയറക്റ്റ് കാണാൻ കേട്ടോ. പിന്നെ ഇതെല്ലാം ഒരുമാതിരി പാർട്ടി വെയർ കുർത്തീസാണ്. ബോട്ടിൽ ഗ്രീന്. അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഗാദേഴ്സ് വരുന്ന. ഇത് നിങ്ങൾക്ക് ഫ്രോക്കായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. കാഷ്വലായിട്ട് ഇടുന്ന പോലെ തന്നെ വന്നിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഒരു നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൗൺ മോഡലിൽ വേണമെങ്കിലും ഇടാം. ഇത് അജ്രക്ക് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഷിഫോണിൽ അല്ലെങ്കിൽ ജോർജറ്റിൽ വന്നിരിക്കുന്ന പാനൽ കട്ട് കുർത്തിയാണ്. ഇതും യോക്ക് പാർട്ടിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അതിൻ്റെ നേരിട്ട് ഭംഗി എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ തോന്നുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ റീല് എടുക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം അത്രയും നേരിട്ട് കാണുന്നൊരു ഭംഗി കിട്ടുന്നില്ല എന്നൊരു തോന്നുന്നു. ലൈറ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ആവാം. ഇതും ഈ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നേരെ കാണുമ്പോഴാണ് അതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു ബ്യൂട്ടി. അതല്ലെങ്കിൽ അത് എത്ര കണ്ടാൽ നമ്മളതിനെ ഫിക്സ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്നേ തോന്നത്തുള്ളൂ. ഇതും നല്ലൊരു പാർട്ടി ടച്ച് തരുന്ന കോട്ടൺ, നല്ല കൂടിയ കോട്ടൻ്റെ 3 പീസ് സെറ്റാണ്. അജ്രക്ക് ഷോള് വരുന്നുണ്ട്. അജ്രക്ക് കോട്ടൻ്റെ മെറ്റീരിയലാണ്, പ്യുവർ അജ്രക്ക് കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ ത്രെഡ് കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് താഴെയെല്ലാം ചെയ്തിരിക്കുന്നത്. ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. റേറ്റ് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെയും ഹാൻഡ് വർക്കിൻ്റെയും കൂടെ കൂടിയുള്ള റേറ്റാണ്. നല്ല പ്യുവർ അജ്രക്ക് കോട്ടനാണ്. ഇതിപ്പം നമ്മുടെ മലായി ചന്തേരി നല്ല ഇപ്പം ഒത്തിരി ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റഫ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് മലായി ചന്തേരി എന്ന് പറയുന്നത്. സിൽക്കി ആയിട്ട് അത് ഫീൽ ചെയ്യും. പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടാണ് ഇടാൻ. ടോപ്പും ബോട്ടവും കൂടെയുള്ള മെറ്റീരിയലാണ്. സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു റേറ്റ് ഉണ്ട്. നല്ല പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്നതാണ്.
ഇതും നമ്മുടെ ഹാൻഡ് വർക്ക് കുർത്തികളിൽ ഒരെണ്ണമാണ് കേട്ടോ. ഹാൻഡ് വർക്ക് കുർത്തി അത് ഈ ഒരു എന്നാ പറയുന്നത് ചാമ്പയ്ക്ക പീച്ചെന്ന് പറയാൽ അതിലും ഇച്ചിരി കൂടി ഡാർക്കാണ്. ചാമ്പയ്ക്ക പീച്ചെന്ന് പറയത്തില്ല, അതിലും കുറച്ചും കൂടി ഡാർക്കാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത